എന്താണ് സാധാരണ ആലോചന? പുതിയ ഓഫീസും ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ഓഫീസൊക്കെ അടിപൊളിയാടാ. ക്രിയേറ്റീവ് കണ്ടന്റ് മേക്കിംഗ് ആണ് എൻ്റെ ടാസ്ക്. അവർക്ക് വേണ്ടത് വെറൈറ്റി കണ്ടന്റ്സ് ആണ്. ഒരു ഒന്നൊന്നര പണിയാണ് മോളെ. അതൊന്നും ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ടെന്നേ, അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. പിന്നെ നിന്റെ ചാറ്റിങ്ങിലെ കുട്ടന്മാരില്ലേ, അവന്മാരോട് ചോദിച്ചാൽ എത്ര കണ്ടന്റ് ആണെങ്കിലും കിട്ടില്ലേ മോളെ. ആകെയുള്ള ഒരു ആശ്വാസം ഈ ചാറ്റിംഗ് ആണ്. എന്നിട്ട് വേണം അവന്മാർക്കും കൂടി പ്രഷർ കിട്ടിയിട്ട് എല്ലാം ചാടി പോവാൻ. അത് വേണ്ട മോളെ. എടാ, അപ്പൊ എന്താണ് നിന്റെ ടോപ്പിക്ക്? പ്രത്യേക തീം വല്ലതും ഉണ്ടോ? റിയൽ ലൈഫ് ഗോസ്റ്റ് എക്സ്പീരിയൻസ്. ഐ മീൻ ഞങ്ങളുടെ ഈ ടീം ലീഡർക്ക് പാരനോർമൽ ആക്ടിവിറ്റീസിലെല്ലാം വളരെ താല്പര്യം. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള തീമാണ് എനിക്കും തന്നിരിക്കുന്നത്. അല്ല മോളെ, നിനക്ക് ഇതൊന്നും വിശ്വാസമില്ലാത്തതാണല്ലോ. പിന്നെ നീ ഇതെങ്ങനെ കവർ ചെയ്യും? എന്ത് ചെയ്യാം, ജോലിയായി പോയില്ലേ. എന്തായാലും ആ ടീം ലീഡർ നാളെ ഒന്നുകൂടി ഒന്ന് കാണാം. അപ്പോൾ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. എന്തായാലും നീ പോയി കിടക്ക്. അപ്പൊ നാളെ കാണാം. ഓൾ ദി ബെസ്റ്റ്. നൈറ്റ്. എന്താടി, കാര്യമായിട്ടാണല്ലോ വായന? ഞാൻ പറഞ്ഞില്ലേ, ആ ടീം ലീഡർ പുള്ളി തന്ന ബുക്കാ. പുള്ളി എനിക്ക് തന്ന ടാസ്കേ റിയൽ ലൈഫ് ഗോസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുടെ അനുഭവങ്ങൾ കവർ ചെയ്യാനാണ്. ഇതെന്തോ റെഫറൻസിനാകുന്ന ബുക്കാണ്. സോൾ ആൻഡ് സീക്രറ്റ്സ് ബൈ ഹാരി ഡേവിഡ്. ആഹാ, ഇദ്ദേഹത്തിന്റെ ബുക്കായിരുന്നോ? അതിന് ഇംഗ്ലീഷുകാരനെ നിനക്കെങ്ങനെ അറിയാം? എന്റെ മോളെ, അത് ഇംഗ്ലീഷുകാരനൊന്നല്ല, നല്ല അസൽ മലയാളിയാ. മലയാളിയോ? എടാ നിന്നെ ബാക്കി പറ. എടാ നീ പറ. ഞാനൊരു ബുക്ക് ഫെസ്റ്റിന് പോയപ്പോൾ പുള്ളിയുടെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആണോ? എന്നിട്ട്? ആള് ചെറിയൊരു വട്ടനാ, പക്ഷെ ചില കാര്യങ്ങൾ വിത്ത് വാലിഡ് എവിഡൻസ് പുള്ളി തെളിയിച്ചിട്ടുണ്ട്. ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നത്, തെളിവില്ലാത്ത കൊലപാതകങ്ങൾക്ക് ആത്മാക്കളെ വിളിച്ചു വരുത്തി തെളിവുണ്ടാക്കുന്നത്. ഈ ഇപ്പോൾ യൂട്യൂബിൽ കണ്ടില്ലേ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെ അനുഭവങ്ങൾ? അതൊക്കെ ഈ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതേ ചോദ്യമായിരുന്നു എനിക്കും ആദ്യം. പക്ഷെ മനുഷ്യൻ്റെ യുക്തിക്ക് അതീതമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ആണല്ലേ? ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഈ ആനന്ദ് സാർ ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ആ ബുക്കല്ലേ, അതിലെന്തോ ആത്മാക്കളെ ആയിട്ട് സംസാരിക്കാനുള്ള എന്തോ ടെക്നിക്ക് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. വേണ്ട മോളെ, നിന്റെ ചാറ്റിങ് പോലെ നല്ലത്. ചില ആത്മാക്കളെ വന്നു കഴിഞ്ഞാൽ പോവില്ല. നമുക്ക് പിന്നെ തന്നെ ബുദ്ധിമുട്ടാവും. വേണ്ടാത്ത പണിക്കൊന്നും നിൽക്കണ്ടേ? ഓ, അങ്ങനൊന്നും ഇല്ല. ഞാൻ എന്തായാലും ആ ബുക്കൊന്ന് വായിക്കട്ടെ. എന്താ പേര്? ഹലോ. സോറി, നോട്ട് ഇൻട്രസ്റ്റഡ്. ഹലോ ക്യൂ, എന്താ ഇഷ്ടമായില്ല? ഓ സോറി, ഗേൾസിന് എനിക്ക് ഇൻട്രസ്റ്റഡ് അല്ല. ഓക്കെ. ഹായ്. ഹലോ. ക്യൂൻ. ഓ മൈ ഗോഡ്, വീണ്ടും നീയോ? എന്തൊരു ഭംഗിയാ നിന്നെ കാണാൻ. ഞാൻ എത്ര നാളായി ഇങ്ങനെ ഒരാളോട് സംസാരിച്ചിട്ടെന്നറിയോ. ഞാൻ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുമായിരുന്നു എൻ്റെ ഈ കോൾ. ഓ ഭയങ്കരം തന്നെ, നല്ല ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്. എന്തു ഭംഗിയാ നിന്നെ കാണാൻ. ആ ക്യാമറ ഒന്ന് താത്താവോ? ഫുള്ളായിട്ട് കാണുന്നില്ലെന്നേ. ഒന്ന് കുറച്ച് ഒന്ന്. സോറി ബ്രോ, നോട്ട് ഇൻട്രസ്റ്റഡ്. ഹേയ്, ഹലോ. ക്യൂൻ, നീയോ? നീ എവിടെയായിരുന്നു ഇത്രയും നാള്? ഓ, ഞാൻ നിന്നെ നോക്കി നടക്കുമായിരുന്നു. ഓ, എന്തായാലും നീ ഭാഗ്യം മതിയോ, എന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പാട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് പാടട്ടെ നിനക്ക് വേണ്ടി? ക്യൂ ക്യൂ ക്യൂ, എൻ്റെ മാത്രം ക്യൂ, എൻ്റെ മാത്രം ക്യൂ, ക്യൂ ക്യൂ ക്യൂ.
Sarah? 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 എന്താ അവിടെ ഒരു പെൺകുട്ടി എവിടെ അവിടെയാടാ. അവിടെ എവിടെയാണ് അവിടെ ഉണ്ടായിരുന്നു. എവിടെ ഇവിടെ ആയിരുന്നു നിന്ന്. ഇവിടെ ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നായിരിക്കും. എവിടെയാടി? നിനക്ക് എന്തോ തോന്നുന്നതാ ഉറക്കത്തില്. എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്തൊന്നും വായിക്കാനും കൂട്ടാനും പോയതെന്ന്. നീ കിടന്നേ, ഓരോന്ന് വായിച്ചിട്ട് നീ ഇറക്കി, ഞാനും കൂടെ കിടക്കാം. ഹലോ. ഹാരി ഡേവിഡ് സാർ അല്ലേ? യെസ്, ഹാരി ഡേവിഡ് സ്പീക്കിംഗ്. ഞാൻ സാറയാണ്, ക്യാപ്സ്ലോക്ക് ചാനലിലെ ജേർണലിസ്റ്റാ. ആ, സാറ തോമസ് അല്ലേ? അതെ അതെ. സാറിൻ്റെ നമ്പർ എനിക്ക് കെസി ബുക്സിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാനൊരു ബുക്ക് ഇന്നലെ വായിക്കാൻ ഇടയായി സാറിൻ്റെ. എനിക്ക് കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ. അപ്പം എനിക്ക് സാറിനെ ഒന്ന് ഡയറക്റ്റ് മീറ്റ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. സാറ തോമസ്, തോമസ് മേക്കടപ്പിന്റെ മകളല്ലേ? അതെ, പപ്പനെ അറിയാമോ? അറിയാം, ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. ഓ ഓക്കെ. അപ്പോൾ സാറിൻ്റെ ഒരു ടൈം പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് മീറ്റ് ചെയ്യാൻ? സമയം ഞാൻ അറിയിക്കാം, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാറിന് വീട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ? വരാം, വീട്ടിലെങ്കിൽ വീട്ടിൽ വെച്ച് കാണാം നമുക്ക്. ഞാൻ നോക്കിയിട്ട് ഞാൻ സമയം പറയാം. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ഓക്കെ, ആയിക്കോട്ടെ സാർ. എടി, ഇത് നിന്റെ മറ്റേ പുള്ളിയായിരിക്കോ? ആണോ? നമ്മുടെ പ്രൊഫസർ ആരി വരാമെന്ന് പറഞ്ഞിരുന്നു, പുള്ളിയായിരിക്കും. സാറ. ആ, ഹായ് സർ, ഇരിക്കൂ. പറ സാർ, നീ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ഇല്ല സർ, എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, നികിത ഉണ്ട്. നികിത. ഹലോ സാർ. ആ, നിങ്ങൾ ഇരിക്കേ. ആ, ഇനി പറ. സർ, ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടിയെ വന്നായിരുന്നു. ഹായ് സാറ തോമസ്. എന്താ സർപ്രൈസ് ആയിപ്പോയോ? നിനക്ക് എൻ്റെ പേരെങ്ങനെ അറിയാം? ഇതൊക്കെ സിമ്പിൾ മാജിക്. സാറയ്ക്ക് ഇനി ഒരു മാജിക് കൂടി കാണിച്ചു തരട്ടെ? എനിക്ക് കാണിക്കും. സാറയ്ക്ക് ഒരു മാജിക് കൂടി കാണിച്ചു തരട്ടെ? എനിക്ക് ഇങ്ങനത്തെ മാജിക് ഒന്നും ഇഷ്ടമല്ല. പിന്നീട് കൈ പുറത്തേക്ക് വരികയും എന്നെ തൊടുകയും എല്ലാം ചെയ്തു. പിന്നെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ റിയൽ ആയിട്ട് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. നീ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പേടിച്ചിട്ട് ഓടി അവിടെ എൻ്റെ അടുത്തേക്കാ വന്നേ. പിന്നെ വേറൊരു കാര്യം ഉണ്ടായി. ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നപ്പോ Good spirit, please come. Good spirit, please come. Good spirit, please come. Good spirit, please come.
ഫോണിൽ സാറിന്റെ ആ ബുക്ക് ചെയ്തിരിക്കുന്ന പോലെ ടെക്നിക്കില്ലേ, ഉം. അത് വെച്ച് ആത്മാവിനെ വരുത്തിക്കുന്നുണ്ടോ ഒരു സംശയം. എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. സാറാ, സർ ഞാനത് ഇതെല്ലാരെ കൊണ്ടും പറ്റുന്ന പണിയല്ല. അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല. ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അറിയാണ്ടങ്ങ് ചെയ്തു പോയതാ. ഉം. സാറാ, ഇതെല്ലാം സാറയുടെ തോന്നലുകൾ മാത്രമാണ്. ഇതൊക്കെ സാറയുടെ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളാണ്. പുസ്തകത്തിൽ എഴുതിയതെല്ലാം യാഥാർത്ഥ്യമാണെന്നില്ല. അതിൽ എഴുത്തുകാരുടെ ഭാവനയുണ്ടാവും. അപ്പോൾ അത്തരം പരീക്ഷണങ്ങളൊന്നും യഥാർത്ഥ ജീവിതത്തിൽ നടത്താതിരിക്കുക. ഈ ഭൂത പ്രേത പിശാചുക്കൾ അങ്ങനെയുള്ള ശക്തികൾ, അങ്ങനെ അതെല്ലാവർക്കും കാണാൻ പറ്റാവുന്ന ശക്തികളല്ല. അതൊരു പ്രത്യേകതരം ഓറയുള്ള ആളുകൾക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒന്നാണ്. മേലിൽ ഇത്തരം പരിപാടികൾ ഇനി ആവർത്തിക്കരുത്. ഇത് നിനക്കുള്ള വാണിംഗ് ആണ്. ഓക്കെ, ശരി. പപ്പായെ എൻ്റെ അന്വേഷണമായി. ഓക്കെ, സാറാ, ഇനി ആവർത്തിക്കരുത്. Surprise!